വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിശദ പദ്ധതികളുമായി സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. കൃഷിയിടങ്ങളും വനപ്രദേശവും തമ്മിൽ അതിർത്തി നിർണയിച്ച് വേർതിരിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രസംഗത്തിൽ പറഞ്ഞു. ഇതിന് വിശദമായ പഠനങ്ങൾ നടത്തി നടപടിയെടുക്കുമെന്ന് നയത്തിൽ വ്യക്തമാക്കി. നയപ്രഖ്യാപനം നടത്തുകയായിരുന്നു ഗവർണർ വി ഡി സതീശൻ. മുഖ്യമന്ത്രിയായുള്ള സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് നടന്നത്. 3 ഘട്ടത്തിലാക്കി നടപ്പാക്കും. ആദ്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തും. തുടർന്ന് പരിഹാരം നിശ്ചയിക്കും. 3ാം ഘട്ടമായി നടപ്പാക്കും. വനമേഖലയിലെ കാർഷിക പ്രദേശങ്ങൾ, ജനവാസ പ്രദേശങ്ങൾ എന്നിവ കൃത്യമായി കണ്ടെത്തും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. പ്രകൃതി സംരക്ഷണം മുഖ്യ വിഷയമാണ്. കാലാവസ്ഥാ ഭേദം കേരളത്തെ ബാധിക്കുന്നത് പഠിക്കും. തടയാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ നിർണായക തെളിവുകൾ കിട്ടിയെന്ന് ED. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളാണ് തെളിവുകൾ കിട്ടിയതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുമെന്നും ED വ്യക്തമാക്കി. ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കും. മറുപടി കിട്ടിയ ശേഷം വീണയ്ക്ക് നോട്ടീസ് നൽകും. ഡയറിയിലുള്ള മറ്റു പേരുകളെ കേന്ദ്രീകരിച്ച് തെളിവ് ശേഖരണം ആരംഭിച്ചു. അതേസമയം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. ഉടൻ അപ്പീൽ നൽകും. മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കണ്ടെത്തിയ ബാങ്ക് വിവരങ്ങളിൽ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. വീണയുടെ പിടിച്ചെടുത്ത ഫോണും കർത്തയുടെ ലാപ്ടോപ്പും വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. മാസപ്പടി കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ തെളിവുകൾ ഇപ്പോൾ തങ്ങൾക്ക് കിട്ടിയതായും ED പറയുന്നു. മുൻപ് SFIOയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ തെളിവുകൾ കോടതിയിൽ നിന്ന് പകർപ്പെടുത്തതും ഇപ്പോൾ EDയുടെ കൈവശമുണ്ട്. മൊഴികളെ സാധൂകരിക്കാൻ പാകത്തിന് രേഖാമൂലമുള്ള തെളിവുകളെല്ലാം കിട്ടിയതായാണ് ED സൂചിപ്പിക്കുന്നത്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അനുമതി തേടിക്കൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ ഡയറക്ടറേറ്റിനെ സമീപിച്ചിട്ടുള്ളതെന്നാണ് വിവരം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ ജില്ലകളാണ് മഴ കനത്ത് പെയ്യാൻ സാധ്യത. മുൻകരുതലിന്റെ ഭാഗമായി 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളാണ് യെല്ലോ അലർട്ട്. എന്നാൽ മഴ മുന്നറിയിപ്പില്ലാത്ത ജില്ലകളിലും ഇടത്തരം നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലും അറബിക്കടലിന് മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത്. കൂടാതെ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനവും ഇടവിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ ശക്തമായ നടപടിയിലേക്ക് പോലീസ്. പാർക്കിന്റെ ചെയർമാൻ, സൂപ്പർവൈസർ, സ്വിംഗ് ചെയർ പ്രവർത്തിപ്പിച്ച ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ 4 പേർക്കെതിരെ കേസെടുത്തു. വെഞ്ഞാറമൂട് പോലീസാണ് കേസെടുത്തത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ അമ്യൂസ്മെന്റ് പാർക്കുകളും പരിശോധന നടത്താൻ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇന്നലെയുണ്ടായ അപകടത്തിൽ 2 കുട്ടികളടക്കം 6 പേർക്കാണ് പരിക്കേറ്റത്. പാർക്കിലെ ജെയിന്റ് വീല് പെട്ടെന്ന് പൊട്ടി താഴേക്ക് പതിച്ചായിരുന്നു അപകടം. 30ഓളം പേർ ജെയിന്റ് വീലിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. റൈഡിന്റെ വെൽഡിംഗ് പൊട്ടിയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. അപകടത്തിൽ പരിക്കേറ്റ 6 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരം. പ്രായപൂർത്തിയാകാതെ വിവാഹം നടത്തിയെന്ന കേസിൽ കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ ഭർത്താവ് മുഹമ്മദ് ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ മധ്യപ്രദേശ് സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. ഫർമാന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നേരത്തെ നീട്ടിവെച്ചിരുന്നു. കേസിന്റെ FIR രജിസ്റ്റർ ചെയ്ത് മധ്യപ്രദേശിലാണെന്നും ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സ്വാഭാവികമായി കേരളത്തിലെ ഹൈക്കോടതിയിൽ നിലനിൽക്കില്ലെന്നുമാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ വാദം. ഇവിടെ ട്രാൻസിറ്റ് മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകേണ്ടിയിരുന്നതെന്ന് മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഇന്ന് ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് ഫർമാന് നിർണായകമാകും. അതേസമയം മധ്യപ്രദേശ് പോലീസിനെതിരെ ദമ്പതികൾ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് സ്വൈര്യ ജീവിതം അനുവദിക്കില്ലെന്നാണ് ഇവരുടെ ആരോപണം. UDF സർക്കാരിന്റെ നയപ്രഖ്യാപന ദിവസമായ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. CPM പൊളിറ്റ് ബ്യൂറോ അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി തുടർച്ചയായി ഒഴിഞ്ഞു മാറുന്നതിനിടയിലാണ് പുതിയ നടപടി. കഴിഞ്ഞ 3 ദിവസമായി വിവിധയിടങ്ങളിൽ വെച്ച് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം തേടിയെങ്കിലും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു. നയപ്രഖ്യാപനം നടക്കുന്ന ഇന്ന് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് അനുമതി നിഷേധിച്ചതെന്നാണ് സൂചന. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും ക്ലിഫ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾ തീരാത്തതിനാൽ വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിലാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളുമായി സമീപിച്ചപ്പോൾ
മൈക്കുകളിൽ നിന്ന് തിരിഞ്ഞു നിന്ന മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങളെ പേടിയാണോ എന്ന് ചോദിച്ചിട്ടും അദ്ദേഹം പ്രതികരിച്ചില്ല. നൃത്ത അധ്യാപികയായ നവവധുവിനെ ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പത്തെ ആകാശ് മോഹന്റെ ഭാര്യയും രമേശൻ താര ദമ്പതികളുടെ മകളുമായ സാന്ദ്ര താരയാണ് മരിച്ചത്. 22 വയസ്സുകാരിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:30 യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 4 മാസം മുൻപാണ് സാന്ദ്രയും ആകാശും വിവാഹിതരായത്. കൊല്ലം സ്വദേശികളായ സാന്ദ്ര താരയുടെ കുടുംബം നേരത്തെ തളിയിൽ താമസിക്കുകയായിരുന്നു. ഇപ്പോൾ ബാവുപറമ്പിലാണ് താമസം. സാന്ദ്ര താരയുടെ മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തളിപ്പറമ്പ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യക്കടലാസുകൾ ഉൾപ്പെടെയുള്ള പരീക്ഷാ സാമഗ്രികൾ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി വ്യോമസേനയുടെ ലോജിസ്റ്റിക് സഹായം തേടുന്ന കാര്യം പരിഗണനയിൽ. വ്യാഴാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇക്കാര്യം ഉൾപ്പെടെ വിവിധ സാധ്യതകൾ ചർച്ച ചെയ്തതായാണ് വിവരം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി DG അഭിഷേക് സിംഗ്, പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ, തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം മറ്റേതെങ്കിലും ഓൾ ഇന്ത്യ തലത്തിലുള്ള പരീക്ഷകൾക്കും വ്യോമസേനയുടെ ലോജിസ്റ്റിക് സഹായം ലഭ്യമാക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. രാജ്യത്തുടനീളമുള്ള പോലീസ് സേനകൾ കൂടുതൽ പൗരകേന്ദ്രീകൃതവും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളോട് കൂടുതൽ സംവേദനക്ഷമതയുള്ളവരുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാങ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ നടന്ന ആലങ്കാരൻ പരേഡിനിടെ സിക്കിം പോലീസിന് അഭിമാനകരമായ രാഷ്ട്രപതിയുടെ പോലീസ് നിറ നൽകിക്കൊണ്ടാണ് രാഷ്ട്രപതി പരാമർശം നടത്തിയത്. ഈ ബഹുമതിയോടെ സിക്കിം രാജ്യത്തെ 15ാമത്തെ സംസ്ഥാനമായും വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള 3ാമത്തെ സംസ്ഥാനമായും മാറി. ഇത് ഭാരതത്തിലെ ഒരു പോലീസ് സേനയ്ക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ആചാരപരമായ അംഗീകാരമായി കണക്കാക്കപ്പെടുന്നു. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് മുർമു മാനുഷിക പോലീസിംഗിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. കടമകൾ നിർവഹിക്കുമ്പോൾ ജനസൗഹൃദ സമീപനം നിലനിർത്താൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സൈബർ കുറ്റകൃത്യങ്ങൾ, ഓൺലൈൻ തട്ടിപ്പ്, ഡീപ് ഫേക്ക്, സാങ്കേതിക വിദ്യ തുടങ്ങിയ ഉയർന്നുവരുന്ന വെല്ലുവിളികളെയും അവർ ഉയർത്തിക്കാട്ടി. നൂതന രീതികളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ആധുനിക ഭീഷണികളെ നേരിടാൻ പോലീസ് സേന സജ്ജരായിരിക്കണമെന്നും പറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഉടൻ പൊളിക്കണമെന്ന് ഉത്തരവിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇക്കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും വേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിക്കാനീർ, ജയ്സാൽമീർ, ബാർബർ, ശ്രീ ഗംഗാനഗർ, ഫലോഡി ജില്ലകളിലെ DMSPമാരുമായി നടത്തിയ ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ പറഞ്ഞു. ഓരോ അതിർത്തി ജില്ലയ്ക്കും ശക്തമായ സുരക്ഷാ ചട്ടക്കൂട് രൂപീകരിക്കാൻ തീരുമാനിച്ചു. സമഗ്രവും ശക്തവുമായ അതിർത്തി മാനേജ്മെന്റ് ഉറപ്പാക്കുന്നതിന് തദ്ദേശീയ പൗരന്മാരെയും സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ഏജൻസികളെയും ഈ സംയോജിത പദ്ധതിയിൽ സജീവമായി ഉൾപ്പെടുത്തും. അന്താരാഷ്ട്ര അതിർത്തിയുടെ 0 മുതൽ 15 കിലോമീറ്റർ പരിധിയിലുള്ള നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും അമിത്ഷാ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക സമാധാന കരാറിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ. ഇനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതി കൂടി കിട്ടേണ്ടതുണ്ട്. നിലവിലുള്ള വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും ധാരണയായത്. കരാറിൽ ഏകദേശ ധാരണയായെങ്കിലും ഇറാൻ ഉന്നത നേതൃത്വത്തിനും കരാറിലെ ചില നിർദ്ദേശങ്ങളിൽ അതൃപ്തിയുള്ളതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഹോർമുസിൽ സമാധാനം പുനഃസ്ഥാപിക്കലും കടലിടുക്കിൽ സ്വതന്ത്രമായ കപ്പൽ സഞ്ചാരവുമാണ് കരാറിലൂടെ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ഹോർമസ് കടലിടുക്കിലെ മൈനുകൾ 30 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാമെന്നും കപ്പലുകളെ തടയില്ലെന്നും ഇറാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. തങ്ങളുടെ തന്ത്രപ്രധാനമായ ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയായി പശ്ചിമേഷ്യയിലെ US സൈനിക താവളത്തിന് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം 4:50 ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അമേരിക്കൻ താവളത്തെ ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടത്തിയത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ആക്രമിക്കപ്പെട്ട US വ്യോമതാവളം ഏതാണെന്നോ അതിന്റെ കൃത്യമായ സ്ഥാനമോ വെളിപ്പെടുത്താൻ ഇറാനിയൻ മാധ്യമങ്ങൾ തയ്യാറായില്ല. വടക്കൻ ഗാസയിൽ 2 മുതിർന്ന ഹമാസ് തീവ്രവാദികളെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ പിന്നീട് പങ്കുവയ്ക്കുമെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഭീകര സംഘടനയായ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ പുതിയ നേതാവും ഒക്ടോബർ 7 കൂട്ടക്കൊലയുടെ ആസൂത്രകരിൽ ഒരാളുമായ മുഹമ്മദ് ഒദഹിനെ ഗാസയിൽ വെച്ച് ഇസ്രായേലി പ്രതിരോധ സേന ഇല്ലാതാക്കിയതിനു ശേഷമാണ് ഈ പുതിയ ആക്രമണം നടന്നിരിക്കുന്നത്.